അടുത്തത് ധനു കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം ഈ നക്ഷത്രക്കാരാണ് ധനുക്കൂർ എന്ന് പറയുന്നത്. ധനുരാശിക്കാർക്ക് പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. അത് വളരെ പരിശ്രമം നടത്തേണ്ടതായി വരും. ക്ഷമയോടുകൂടി അങ്ങനെയുള്ള പരിശ്രമങ്ങൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കരകയറാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ വെല്ലുവിളികൾ കൊണ്ട് അവർക്ക് ചില പ്രശ്നങ്ങൾ അവരുടെ പ്രൊഫഷനിലോ ജോലിയിലും ഒക്കെ ഉണ്ടാകാം. ജോലിയിലാണെങ്കിലും അവർ കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ട് ചില മത്സരങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ഹയറപ്സുമായിട്ടും അഥവാ അതോറിറ്റീസുമായിട്ടും ഒക്കെയുള്ള ചില മത്സരങ്ങളോ ജോലി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് അനുകൂലമാണ്. കടബാധ്യത കുറയ്ക്കാനുള്ള ചില പദ്ധതികൾ ഉണ്ടാകും. അതിനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ആരോഗ്യപരമായിട്ട് കുറച്ച് ശാരീരിക ക്ഷീണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതല്ലാതെ മറ്റ് വലിയ രോഗങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. രോഗമുള്ളവർക്കാണെങ്കിലും അതിൽ നിന്ന് ഒരു ചെറിയ വിമുക്തി ഉണ്ടാകാനാണ് സാധ്യത കൂടുതലുള്ളത്. ഇവർക്ക് 4-ാം ഭാവത്തിൽ ശനി ആയതുകൊണ്ട് കണ്ടകശനിയാണ്. ശനിയുടെ പ്രാർത്ഥന, ശനി ഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള ഹോമം, ബലി മുതലായിട്ടുള്ളവ ചെയ്യുക, അഥവാ നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുക. ഇതും സാധിക്കാത്തവർക്ക് ശിവക്ഷേത്രത്തിലോ ശാസ്താക്ഷേത്രത്തിലോ ദർശനം നടത്തുകയും വഴിപാട് കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ല ഗുണം ഉണ്ടാക്കുന്നതായിട്ട് കാണാം.